നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തൊടുകുറി അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് യാദൃശ്ചികമായല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ അറിയണം എന്ന വ്യക്തമായ ആഗ്രഹം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് ഉള്ളതിനാൽ കൂടിയാണ്. നിങ്ങളുടെ മനസ്സിനുള്ളിൽ പല വിധത്തിലുമുള്ള ചോദ്യങ്ങളുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച് പോരുന്നതായ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത്തരം ചില തടസ്സങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇത്തരത്തിൽ പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകുന്ന സാഹചര്യം. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിന് പിന്നിലുള്ള സത്യം നിങ്ങൾ കൃത്യമായി അറിയേണ്ടതാണ്. ഏവരും നിങ്ങൾ ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് ഉടക്കിയതായ ആ ചിത്രമാണ് എങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ തുടക്കം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ചില കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം ആലസ്യം വെടിഞ്ഞ് മനസ്സ് പ്രവർത്തന സജ്ജമാകണം എന്നൊരു സൂചന കൂടി ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മനസ്സിൽ ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിച്ചതിന് ശേഷം, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. മനസ്സിലെ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രാർത്ഥന നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം ലഭിക്കാതിരിക്കുന്ന ചോദ്യങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചിത്രമായ ഗുരുവായൂരപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ഭഗവാന്റെ ആദ്യത്തെ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിച്ചത് വളരെ വിശേഷമായി തന്നെ പരാമർശിക്കാം. കാരണം ഇതൊരു വ്യക്തമായ ഒരു അടയാളം തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന ഭഗവാന്റെ ഒരു ഇച്ഛയും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ സത്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പല തടസ്സങ്ങളുമല്ല സംഭവിക്കുന്നത്. അതല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഒരു പരീക്ഷണം നിങ്ങൾ നേരിടുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഭാവിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പല പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾ ആരാണ് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ വളരെ അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരു തടസ്സങ്ങളുണ്ട് എന്ന് കാണുന്നു. അതൊരു കുടുംബത്തിലെ അംഗമോ അല്ലെങ്കിൽ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയോ ബന്ധത്തിലുള്ള വ്യക്തിയോ ആകാം. ഇവരെ നിങ്ങൾ വിശ്വസിച്ച് അവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്കെതിരായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇവർ നിങ്ങൾക്ക് നേരിട്ട് ഒരു ദോഷം വരുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല.
എന്നാൽ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ചിന്തകൾ, നെഗറ്റീവായ രീതിയിലുള്ള ചിന്തകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നു, തടസ്സമായി മാറുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും പല കാര്യങ്ങൾക്കുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയും എന്നാൽ പല അവസരങ്ങളിലും പലരും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ കോൺഫിഡൻസ് പോലും നഷ്ടപ്പെടുത്തുന്ന ചില വ്യക്തികൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് പലപ്പോഴും അത് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ വളരെയധികം വില കൽപ്പിക്കുന്നത് നിങ്ങളുടെ ശക്തിക്ക് ദോഷമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ വഴി പല രീതിയിലും തടസ്സപ്പെടുന്നതിന് അത് കാരണമായി തീരും എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഭഗവാനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഭഗവാൻ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. നിങ്ങൾ തീർത്തും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. തീർച്ചയായും പല വിധത്തിലും ബാധിച്ചിരിക്കുന്ന തടസ്സങ്ങളെ പോലും മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ അത്രമേൽ ശക്തരായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യമുണ്ട്. ഒരു 30 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് വരാം. തടസ്സപ്പെട്ടു നിൽക്കുന്നതായ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അല്പം പ്രയാസകരമായ ചില കാര്യങ്ങളിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾ തന്നെ നിങ്ങൾക്കെതിരായി മാറുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിച്ചില്ല എങ്കിൽ പ്രത്യേകിച്ചും പല വിധത്തിലുമുള്ള ചിന്തകൾ നിങ്ങളെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ചില വ്യക്തികളിൽ നിന്നും അകലം പാലിച്ചില്ല എങ്കിൽ അതും നിങ്ങൾക്ക് ശുഭകരമാകണം എന്നില്ല. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ക്ഷമ, ശാന്തത എന്നിവയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ്. അത് തീർച്ചയായും നിങ്ങൾ എത്തിച്ചേരും എന്ന് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ആവശ്യമുണ്ട്. അത് മനസ്സിൽ തന്നെ നിങ്ങൾ പറയേണ്ടതുമാണ്. അതെനിക്ക് സാധിക്കും എന്നൊരു ചിന്ത അത് നിങ്ങളുടെ മനസ്സിൽ ബിൽഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം ഭഗവാന്റെ സംരക്ഷണവും നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അത് അവഗണിക്കാൻ നിങ്ങൾ പാടുള്ളതല്ല. ഈ സമയം നിങ്ങളെ പലരും പല രീതിയിലും തളർത്തുവാൻ ശ്രമിക്കുകയാണ് എങ്കിലും അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദോഷകരമായ കാര്യങ്ങൾ ഇനി പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അത്തരം വ്യക്തികളുണ്ട് എങ്കിൽ അവരിൽ നിന്നും അകലം പാലിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അവർ തന്നെയാണ് നിങ്ങളുടെ വലിയ ശത്രു എന്ന് തന്നെ പരാമർശിക്കാം. തീർച്ചയായും നിങ്ങളുടെ അവസരങ്ങൾ ഇവർ പല രീതിയിലും നഷ്ടപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. പിന്നീട് ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അന്ന് നഷ്ടപ്പെട്ടു പോയ ആ കാര്യത്തിൻ്റെ പ്രാധാന്യം. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ പലരുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ആ ഭയം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം. പല കാര്യങ്ങളിലും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ പല രീതിയിലും മാറുന്നതിന് സഹായകരമായി തീരും. പല രീതിയിലും വിഷമകരമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും തീർച്ചയായും നിങ്ങൾ വളരെ ശക്തരായി മാറുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക.
നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. തീർച്ചയായും ഈശ്വര വിശ്വാസം ഈ സമയം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം മനസ്സിലുള്ള ആ ഭയത്തെ നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ ആകുലതകളെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും കൂടുതൽ ശക്തരായി തീരും. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളത്. ഈ സമയം വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു. വളരെ സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കാതിരിക്കുവാൻ പലപ്പോഴും പല കാര്യങ്ങളും സഹിച്ച് മുന്നോട്ട് പോകുന്നു എന്നതും വാസ്തവം തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് തീർച്ചയായും പല രീതിയിലും ഭഗവാന്റെ അനുഗ്രഹം അനുഭവഭേദ്യമായിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും അതിനാൽ ആ ബാധിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ സമയം ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള വഴികൾ അവരുടെ പ്രവൃത്തിയിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതായത് എപ്രകാരം ആ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നൊരു ബോധ്യം വന്നു ചേരാം. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ അവഗണിക്കാതെ ഇനിയുള്ള പ്രവൃത്തികളിൽ വന്ന് വീണിട്ടുള്ളതായ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളതായ അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിശ്വാസത്തോടെ തീർച്ചയായും ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തൂ. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമം ഓം നമ ശിവായ എന്ന് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ആ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ സംസാരത്താൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. അവർ ഒരുപക്ഷെ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നവരാകാം. എന്നാൽ ചില സമയങ്ങളിൽ അവർ പല അവസരങ്ങളിലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും ഇവരുടെ പെരുമാറ്റം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങളെ പല രീതിയിലും തളർത്തുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങൾ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ചും ചെയ്യുന്നതായ പ്രവൃത്തികൾ, ചിന്തകൾ, ഇതിലെല്ലാം ആശയക്കുഴപ്പം ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വളരെയധികം സന്തോഷമോ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ പല രീതിയിലും അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും മനസ്സ് മാറിപ്പോകുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പോസിറ്റീവായ ഊർജത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഈ വ്യക്തി ഒരിക്കലും നിങ്ങൾ നശിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതല്ല, മനഃപൂർവമല്ല എന്ന് പറയാം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അവർക്ക് തന്നെ അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ വ്യക്തമല്ല എന്നത് വാസ്തവമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ അവരുടെ വികാരങ്ങൾ അവർക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. പല രീതിയിലും ആശയക്കുഴപ്പങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ. അത് നിങ്ങളിലേക്കും ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കുന്നതല്ല. കാരണം പല കാര്യങ്ങളിലും നിങ്ങൾക്കും പരിമിതികളുണ്ട്, പരിധികളുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങൾ വളരെയധികം സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം, മറ്റുള്ളവർക്ക് വിഷമം വരാൻ പാടില്ല, ദുഃഖം അവരിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന് ചിന്തിച്ച് പല കാര്യങ്ങളിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ നിങ്ങൾക്ക് വേണ്ട പല കാര്യങ്ങളും ഒഴിവാക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. പലപ്പോഴും ഇത് തന്നെയാകാം നിങ്ങളെ വില കുറച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകാര്യതയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ധൈര്യം വന്നു ചേരേണ്ടതാണ്.
ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴോ മറ്റുള്ളവർ പറയുമ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ശുഭകരമല്ല എന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവരോട് പറയുവാനുള്ള പ്രയാസം കൊണ്ട് നിങ്ങൾ പലപ്പോഴും അത് പറയണം എന്നില്ല. എന്നാൽ തീർച്ചയായും അത് നിങ്ങൾ പറയുവാൻ ആരംഭിക്കണം. അത്തരത്തിൽ നിങ്ങൾ നോവാണ് എങ്കിൽ ആ നോ പറയുവാൻ പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്ന് എടുത്ത് നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യത്തേക്കാൾ മറ്റുള്ളവർക്ക്, വേണ്ടപ്പെട്ടവർക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് സന്തോഷം ലഭിക്കുവാനുള്ള കാര്യങ്ങൾക്കാണ് പലപ്പോഴും പ്രാധാന്യം നൽകുന്നത്, അത്തരത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു തെറ്റായ കാര്യം തന്നെയാണ്. പിഴവായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് എന്താണോ പറയുവാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം, അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ടത്, കേൾപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായ സാഹചര്യമുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ വേണ്ട, ഇപ്പോൾ പറയേണ്ടതില്ല എന്ന രീതിയിൽ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ അത് വേണ്ടതില്ല എന്ന് കാണുന്നു. കാര്യങ്ങൾ കൃത്യതയോടെ അവതരിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. തീർച്ചയായും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പല വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് മൂലമോ പല കാര്യങ്ങളിലും ഒരു അവ്യക്തത ഉണ്ട്, വ്യക്തത കുറവുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം പല കാര്യങ്ങളിലും മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അതിനുള്ള ഉത്തരം നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു പാഠം പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല വ്യക്തികളെയും കൃത്യമായി മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് വളരെയധികം വിലമതിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പലരും നിങ്ങളെ അംഗീകരിക്കുവാൻ പ്രയാസപ്പെടുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതിയ രീതിയിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരു മനസമാധാനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഒരു 30 മുതൽ 40 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വന്നു ചേരാം. ആ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. പല വ്യക്തികളെയും കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പല വ്യക്തികളും അല്ലെങ്കിൽ പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പലരും നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബഹുമാനം നിങ്ങളിലേക്ക് വന്നു ചേരാം. ഇപ്പോഴുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തരാണ് എന്ന് ബോധ്യപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില വ്യക്തികളെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അവരെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയെ വിട്ടുകൊടുക്കുക എന്നത് അല്ലെങ്കിൽ അവരിൽ നിന്നും മാറി നിൽക്കുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായ അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും ബഹുമാനവും അർഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നത് അംഗീകരിക്കുവാൻ നിങ്ങൾ പാടുള്ളതല്ല. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അടിയുറച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നല്ല മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ അത് കടന്ന് വരേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പലപ്പോഴും പല വ്യക്തികളുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഭൂഷണമല്ല, അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. പല പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോഴും അത് യാദൃശ്ചികമല്ല എന്ന് മനസ്സിലാക്കണം. അത് തീർച്ചയായും നിങ്ങളിലുള്ള
ആ എനർജി നൽകുന്ന ഒരു പ്രതികരണം തന്നെയാണ്. അതിനാൽ പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. തീർച്ചയായും നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ബാധിക്കുന്ന നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വാക്കുകൾ, സമീപനം, ഇതിലെല്ലാം ശ്രദ്ധ പുലർത്തണം. നിങ്ങളുടെ വളർച്ച മന്ദഗതിയിലാകുന്നു എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ ഈ പരാമർശിച്ച സമയത്തിനുള്ളിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഏവരും ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഓം നമഃ ശിവായ എന്ന് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.